ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISRO ദൌത്യത്തിന്റെ വിക്ഷേപണം രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിൽ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വിദഗ്ധരുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിയാലോചന നടത്തി. കൊച്ചിയിൽ ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ പരിപാടി നടത്തിപ്പുകാരനെ അറസ്റ്റ് ചെയ്തു. സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായി പോലീസ്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് വർക്കലയിൽ തുടക്കമായി. തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ കേരളം നാളെ പശ്ചിമ ബംഗാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. സ്പേഡെക്സ് ദൌത്യത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിക്കാനൊരുങ്ങി ISRO. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൌത്യമായ സ്പേഡെക്സ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാത്രി 9:58-നാണ് വിക്ഷേപിക്കുക. ദൌത്യം വിജയിക്കുന്നതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് ദൌത്യ ഉപഗ്രഹങ്ങളായ STX-01 ചേസർ, STX-02 ടാർഗറ്റ് എന്നിവയെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഇന്ത്യൻ ഓൺ മൂൺ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങി ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് ഈ ദൌത്യം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വിദഗ്ധരും പ്രതിനിധികളുമായുള്ള കൂടിയാലോചനയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിച്ചു. ധനകാര്യ സെക്രട്ടറി, സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറിമാർ, സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ആരോഗ്യ മന്ത്രാലയത്തിലെയും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അടുത്ത വർഷം ഫെബ്രുവരി 1-ന് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 8ാം ബജറ്റ് അവതരണമാണ് ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദ്വിദിന സന്ദർശനത്തിനായി ഗുജറാത്തിൽ എത്തി. വൽസാദ് ജില്ലയിലെ ധരംപൂരിൽ ശ്രീമദ് രാജ്ചന്ദ്ര മിഷന്റെ വാർഷിക ആഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. ഗുജറാത്ത് ധനകാര്യ ഊർജ്ജമന്ത്രി കനുഭായി ദേശായിയും ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘവിയും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് MLAയ്ക്ക് അപകടം ഉണ്ടായ സംഭവത്തിൽ പരിപാടി നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘാടകരായ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. സംഘാടകരെ ചോദ്യം ചെയ്യുമെന്നും ഇവരിൽ നിന്നും വീഴ്ച ഉണ്ടായതായും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം ഉമാ തോമസ് MLAയുടെ ശ്വാസകോശത്തിനേറ്റ ചതവുകളാണ് വെല്ലുവിളിയെന്നും കുറച്ചുനാൾ കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടിവരുമെന്നും മെഡിക്കൽ ടീം അറിയിച്ചു. NCC റിപ്പബ്ലിക് ദിന ക്യാമ്പ് 2025-ന് ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ തുടക്കമായി. 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 2361 കേഡറ്റുകളാണ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 917 പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഈ വർഷത്തെ ക്യാമ്പ് ഏറ്റവും കൂടുതൽ ഗേൾ കേഡറ്റുകളുടെ പങ്കാളിത്തത്തിനും സാക്ഷ്യം വഹിക്കും. കേഡറ്റുകളിൽ ദേശസ്നേഹം, അച്ചടക്കം, നേതൃത്വഗുണം എന്നിവ വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് റിപ്പബ്ലിക് ദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ട്രോമാ സെന്ററിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് സ്ഥാപിക്കുമെന്ന് എയിംസ് ഡയറക്ടർ M. ശ്രീനിവാസ്. 200 കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അടിയന്തര ചികിത്സ നൽകാൻ സഹായിക്കുമെന്ന് എയിംസ് ഡയറക്ടർ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും അടുത്ത 2 വർഷത്തിനുള്ളിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളം നാളെ പശ്ചിമ ബംഗാളുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ 1-5 ഗോളുകൾക്ക് മണിപ്പൂരിനെ വീഴ്ത്തിയാണ് കേരളം കലാശക്കളിക്ക് യോഗ്യത നേടിയത്. സർവീസസിനെ 2-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബംഗാൾ ഫൈനലിൽ എത്തിയത്. മെൽബണിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 184 റൺസ് ജയം. 340 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 155 റൺസിന് പുറത്തായി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 2-1-ന് മുന്നിലാണ്.
ഹോക്കി ഇന്ത്യ ലീഗിൽ ഇന്ന് UP രുദ്രാസ് വേദാന്ത കലിംഗ ലാൻഡേഴ്സിനെ നേരിടും. റൂർക്കേലയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൽ രാത്രി 8:15-നാണ് മത്സരം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് വർക്കലയിൽ നിർവഹിച്ചു. ആധുനിക സമൂഹമായി കേരളം മാറണമെന്ന ദീർഘവീക്ഷണത്തോടെയാണ് ഗുരുദേവൻ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് നിർവഹിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അടിത്തറ പാകിയവരിൽ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ഗുരുവായി മാത്രമല്ല ലോകം അംഗീകരിക്കുന്നത്, വിദ്യാഭ്യാസം ചിന്തകൻ എന്ന രീതിയിൽ കൂടിയാണ്. പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ഗുരുവിന്റെ ദർശനവും പ്രവർത്തനങ്ങളും നാം കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുരു ക്ഷേത്രങ്ങൾ മാത്രമല്ല സ്ഥാപിച്ചത്, അനേകം പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനും കമ്മീഷൻ അംഗമായി ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗിയും ചുമതലയേറ്റു. ഈ മാസം 21-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് ഇവരെ നിയമിച്ചത്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 19 വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും. ജനുവരി 20-ന് രാവിലെ നട അടയ്ക്കും. ഇന്ന് വൈകിട്ട് 4-ന് ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. ഇന്നലെ രാത്രി ജോർജിയയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. 100 വയസ്സായിരുന്നു. ഡെമോക്രാറ്റുകാരനായിരുന്ന ജിമ്മി കാർട്ടർ 1977 മുതൽ 1981 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവി വഹിച്ചു. 2002-ൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മഹത്തായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന കാർട്ടർ ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലെ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. എത്യോപ്യയിൽ യാത്രക്കാരുമായി സഞ്ചരിച്ച ട്രക്ക് നദിയിലേക്ക് മറിഞ്ഞ് 71 പേർ മരിച്ചു. 68 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് മരിച്ചത്. എത്യോപ്യൻ തലസ്ഥാനമായ ആഡിസ് അബാബയിൽ നിന്ന് 300 കിലോമീറ്റർ തെക്ക് സിദാമ സംസ്ഥാനത്താണ് ഇന്നലെ അപകടമുണ്ടായത്. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര നാളെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി 3-ന് തിരുവനന്തപുരത്ത് അവസാനിക്കും. ജനുവരി 4-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 249 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ കൂടുതൽ സർവീസ് നടത്തും. ജനുവരി 4 വരെ 10 സർവീസുകൾ കൂടുതലായി ഉണ്ടാകും. പുതുവത്സരത്തോടനുബന്ധിച്ച് നാളെ രാത്രി 10:30-ന് ശേഷവും സർവീസ് തുടരും. 20 മിനിറ്റ് ഇടവിട്ട് പുലർച്ചെ വരെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. സാഹിത്യത്തിൽ കേരളത്തനിമ ഉയർത്തിപ്പിടിച്ച് മലയാളികളെ സ്വാധീനിച്ച എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അന്തരിച്ച സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വസതി സന്ദർശിച്ച ശേഷം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ച എഴുത്തുകാരനാണ് MT എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയിൽ 2026-ലെ അഗ്നിവീർ പ്രവേശനത്തിനായുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം 7-ന് ആരംഭിക്കും. അവിവാഹിതരായ പുരുഷ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 ജനുവരി 27 ആണ്. ഓൺലൈൻ പരീക്ഷ മാർച്ച് 22 മുതൽ ആരംഭിക്കും. പഞ്ചാബിൽ ബച്ചവൻ ബച്ചാവോ ആന്തോളൻ എന്ന NGO അംഗങ്ങൾക്കൊപ്പം പഞ്ചാബിന്റെയും ബീഹാർ പോലീസിന്റെയും സംയുക്ത സംഘം 30 അടിമത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഇവരിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളും 7 സ്ത്രീകളും ഉൾപ്പെടുന്നു. കപൂർത്തലയിലെ ഉരുളക്കിഴങ്ങ് ഫാമിൽ ഇവരെ തുച്ഛമായ വേതനത്തിൽ മണിക്കൂറുകളോളം നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISRO ദൌത്യത്തിന്റെ വിക്ഷേപണം രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിൽ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വിദഗ്ധരുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിയാലോചന നടത്തി. കൊച്ചിയിൽ ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ പരിപാടി നടത്തിപ്പുകാരനെ അറസ്റ്റ് ചെയ്തു. സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായി പോലീസ്. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് വർക്കലയിൽ തുടക്കമായി. തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ കേരളം നാളെ പശ്ചിമബംഗാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.